കടപുഴ പാലത്തിന് 3,80,00,000 രൂപ ഞാൻ MLA ഫണ്ടിൽ നിന്ന് വെച്ചതാണ്. ഇവർ തരികയായിരുന്നു കണ്ടപ്പോൾ. അപ്പോൾ അപ്രോച്ച് റോഡിനും പാലത്തിനും കൂടെ വേണ്ടിയിട്ട് പാലത്തിന് 2,39,00,000 രൂപ മതി. അന്നേരം 1 കോടി രൂപയ്ക്ക് മേളിലുള്ള PWDക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പൈസ ഒന്നിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കെട്ടിയെങ്കിലേ PWD വർക്ക് കൊടുക്കുമ്പോൾ ടെൻഡർ വിളിക്കുകയും. അതുകൊണ്ട് അവരത് ചെയ്തില്ല. അങ്ങനെ അതും മാറി. ആ പൈസ കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു തർക്കമില്ലായിരുന്നു. 3,86,00,000 രൂപ അവിടെ ഒരു പാലത്തിന് തന്നാൽ അത് സെയിം പഞ്ചായത്തിൽ അപ്രോച്ച് റോഡില്ല അതിൻ്റെ പണിയാതിരുന്നു. ഇതൊന്ന് മാറ്റിക്കൊടുക്കണമെന്ന് ഞാനും പ്രതിപക്ഷ നേതാവ് VD സതീശനോട് പോയി മുഖ്യമന്ത്രിയെ കണ്ടു, ഈ മന്ത്രിയെ കണ്ടതാണ്. അവർ ചെയ്തില്ല. 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വന്നിട്ടുണ്ട്, ഇല്ലീഗൽ വിരുദ്ധ. അവിടെയുള്ള പ്രിലിമിനറി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയെ കൊണ്ടുവരാന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാമായിരുന്നു. വാഗമണ്ണിൽ നിന്ന് അങ്ങോട്ട് റോഡ് ഇതൊക്കെ പലവട്ടം റിക്വസ്റ്റ് ചെയ്താൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പ്രതിപക്ഷത്തുള്ള ഒരു MLA അതും ഇവിടെ അതിനേക്കാൾ ശത്രുവായിട്ട് വേറൊരു പുള്ളി നിൽക്കുക, കൊടുക്കല്ലേ ചെയ്യില്ലെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ പ്രശ്നം. ക്യാൻസർ പകരാൻ പറ്റത്തില്ലല്ലോ. ക്യാൻസർ അങ്ങനെ പകരുന്നൊരു രോഗമല്ല. അവിടെ റേഡിയേഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന റൈസസ് പുറത്തേക്ക് പോകാൻ മറ്റസുഖങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് സ്പെസിഫിക്കേഷൻ ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്, ഇൻ്റർനാഷണൽ സ്പെസിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. ഇതും തരാം, കോപ്പി വരാൻ കണ്ടു. 8 അടി വീതി വേണം ഭിത്തിക്ക്. ഇവിടെയുള്ളതിനകത്ത് 2 അടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ സ്പെസിഫിക്കേഷൻ വെച്ചല്ല പണിയുന്നതെങ്കിൽ ഇതിന് സെൻട്രലിൽ നിന്ന് വേണം ലൈസൻസ് തരാൻ. ആ സമയം ലൈസൻസ് കിട്ടിയില്ലേ പൈസ മുഴുവൻ വേസ്റ്റ് അല്ലേ? അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടല്ലേ ലണ്ടൻ ബ്രിഡ്ജ്. ലോകത്താരേലും അപ്രോച്ച് റോഡില്ലാതെ പാലം പണിയോ? അങ്ങനെയല്ലേ കള്ളടിക്കാൻ നമുക്ക് പാലം പണിതേക്കുന്നത്. അതെ, പുള്ളി പ്രസംഗിച്ചതിൻ്റെ എൻ്റെ കുഴപ്പമില്ല. പുള്ളിയുടെ വായിലിരിക്കുന്ന നാക്കുണ്ട്, പുള്ളിക്ക് എന്തും പറയാൻ മേലെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതുകൊണ്ട് വലിയൊരു വിഷയമുണ്ടായത് പാലപ്പട്ടണത്തിന് അടുക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അത് പ്രോപ്പറായിട്ടല്ല എൻ്റെ പണി പോകുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ റേഡിയേഷൻ്റെ സംഭവങ്ങൾ പുറത്തേക്ക് വന്നാൽ മറ്റസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മണ്ഡലത്തിലൊരു കുഴപ്പമില്ല. മണ്ഡലം വളരെ സേഫാണ്. ഞാൻ ഈ ഗ്രാമീണ മേഖലകളിലേക്ക് നന്നായി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുദ്ദേശിക്കുന്ന പാലാ മോഡൽ വികസനം. എന്നാ പാലാ മോഡൽ വികസനം? ആ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെ ഉള്ളതാണ് പാലാ മോഡൽ വികസനമെങ്കിൽ അങ്ങനെ ഒരു വികസനം ഒരു MLA കൊണ്ടുവരുമെന്ന് എൻ്റെ അഭിപ്രായം. നാട് വികസിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, പണ്ട് പാലാ ഒരു പട്ടണമായിരുന്നു. പാലാ പട്ടണമായിരുന്നു, തൊടുപുഴ ഗ്രാമമായിരുന്നു. ഇന്ന് തൊടുപുഴ നഗരമായില്ലേ? ഇത് പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്കല്ലേ? എപ്പോഴാണ് ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ തുടങ്ങി? ഒരു ബൈപ്പാസ് റോഡ് പോലും ഞാൻ നിന്ന് മത്സരിച്ച 2006 ഇലക്ഷന് ഭൂരിപക്ഷം 26,000 7,500 താന്നപ്പോഴാണ്. അപ്പോൾ ഞാനൊരു മാനിഫെസ്റ്റോ അടിച്ചിരുന്നു. സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം, ബൈപ്പാസ് റോഡ്, റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ്. പിന്നീടാണ് പതുക്കെ ഇവിടെ ഈ സംഭവങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ടും ആ ബൈപ്പാസ് കൊണ്ടുവന്നിട്ട് കുപ്പിക്കെടുത്ത് പോലെ ഇവിടെ കിടന്നിരുന്ന കാലം നിങ്ങൾക്കറിയാം. അതും ഇവരാ ചെയ്തതെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്തതെല്ലാം ഗവൺമെൻറ് ചെയ്തതാണ്. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തതെല്ലാം അങ്ങനെ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ചെറിയൊരു കാര്യം, നിങ്ങൾ പോകുന്ന വഴിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളുണ്ടല്ലോ തൊട്ടപ്പുറത്ത്, അവിടെ ഒരു ഗേറ്റ് പണിത് വെച്ചിട്ടുണ്ട്. ആ സ്കൂൾ പണിത് കിഫ്ബിയുടെ പണം തുറക്കണം. KM മാണി MLA 2018-19 ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണിത് ഗേറ്റാണ്. ഇത് ഈ വഴി പരിചയമില്ലാത്ത ഒരാളെ നല്ല മനുഷ്യൻ, നല്ലൊരു പള്ളിക്കൂടമൊക്കെ പണിത് കൊടുത്തില്ല എന്നല്ലേ ഓർക്കുള്ളൂ. അത്തരം വികസന പ്രവർത്തനം ഇവിടെ നടന്നുണ്ട്.